ഹർത്താലും കരിങ്കൊടി പ്രതിഷേധങ്ങൾക്കുമിടയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടുക്കിയിലെത്തി. തൊടുപുഴയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനത്തിനാണ് ഗവർണർ എത്തിയത്. ഭൂനിയമ ഭേദഗതി ബില്ലിൽ 3 തവണ സർക്കാരിനോട് വിശദീകരണം തേടി കത്തയച്ചിട്ടും മറുപടി ലഭിച്ചില്ലെന്നും ചിലർ സമ്മർദ്ദപ്പെടുത്തി കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും താൻ റബ്ബർ സ്റ്റാമ്പ് അല്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കാരുണ്യ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുവാനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൊടുപുഴയിലെത്തിയത്. ആലുവയിൽ നിന്നും റോഡ് മാർഗം എത്തിയ ഗവർണറെ 8ഓളം സ്ഥലങ്ങളിൽ ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. തൊടുപുഴ ബംഗളൂർ കവലയ്ക്ക് സമീപം കറുത്ത ബാനർ റോഡിന് കുറുകെ വലിച്ചുകെട്ടിയും എസ്എഫ്ഐ പ്രതിഷേധിച്ചു. 11 മണിയോടുകൂടി ഗവർണർ സമ്മേളന നഗരിയിൽ സുരക്ഷിതനായി എത്തി. ഗവർണർ എത്തുന്നതിന് മുൻപ് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ നഗരത്തിന്റെ ഈസ്റ്റ് വെസ്റ്റ് ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത പ്രകടനങ്ങൾ ആരംഭിച്ച് ഗാന്ധി സ്ക്വയറിൽ സംഗമിച്ച ശേഷം ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി സ്ഥലത്തേക്ക് നീങ്ങി. എന്നാൽ മുണ്ടവറ്റം ജംഗ്ഷനിൽ അമ്പാടിക്ക് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് പ്രവർത്തകരെ തടഞ്ഞു. ഇതിനിടയിൽ വ്യാപാരികളുടെ പരിപാടി നിറഞ്ഞ സദസ്സിൽ ഗവർണർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാര സമൂഹം രാഷ്ട്രീയ സമുദായ ശക്തികൾക്ക് അതീതമാണെന്നും കാരുണ്യ കുടുംബ സഹായ പദ്ധതി മാതൃകാപരമെന്നും ഗവർണർ പറഞ്ഞു. जाति मत राष्ट्रीय चिंता कलकर अतीतम आई निर्वर्तीचे सामूहिक प्रतिबद्धता पालिकोका एना समितियुडे लक्ष्യം അഭിനന്ദൻ അർപ്പിക്കുന്നു. പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ ഗവർണർ അപ്രതീക്ഷിതമായി തൊടുപുഴ നഗരവീഥികളിൽ ഇറങ്ങി നടന്നു. വഴിയോരങ്ങളിൽ കാത്തുനിന്ന കുട്ടികളെ അടക്കം ചേർത്തുപിടിച്ച് ചുംബിച്ചു. എന്നാൽ ഗവർണർ മടങ്ങിയ വഴിയിൽ എസ്എഫ്ഐ കറുത്ത ബാനറുകളുമായി പ്രതിഷേധിച്ചു.